എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. ഓണപ്പാട്ടിൻ ഈണം പോലെ തുമ്പപ്പൂവിൻ ചന്തം പോലെ വഞ്ചിപ്പാട്ടിൻ താളം പോലെ ഓടക്കുഴലിൻ നാദം പോലെ നീ വരുമോ എന്നിനവേ ഓണപ്പാട്ടിൻ ഈണം പോലെ തുമ്പപ്പൂവിൻ ചന്തം പോലെ വഞ്ചിപ്പാട്ടിൻ താളം പോലെ ഓടക്കുഴലിൻ നാദം പോലെ നീ വരുമോ എൻ കനവേ. തിരുമുറ്റം പുലക്കാലം പൂവിളിയായി ഉണരുമ്പോൾ വയലേലകൾ പൊൻകണിയായി ചിരി സ്നേഹത്തിൻ മധുരം തായ് മനസ്സിൽ നിറകുടമായി തൂവുമ്പോൾ വാത്സല്യത്തിൻ ചൊരിയുന്ന കാലം ഊഞ്ഞാലിൻ കൊമ്പിൽ കൂകും കാർക്കുയിലും കുളിരണിയും പുഴയിൽ നീരാടും ബാല്യം വരുകയ മനസ്സിൽ മധുരം നുകരും സ്മൃതികൾ തൻ വസന്തം ഓണപ്പാട്ടിൻ ഈണം പോലെ തുമ്പപ്പൂവിൻ ചന്തം പോലെ വഞ്ചിപ്പാട്ടിൻ താളം പോലെ ഓടക്കുഴലിൻ നാദം പോലെ നീ വരുമോ എന്നിനവേ. ഇന്ന് ഉത്രാട ദിവസമായിട്ട് നല്ലൊരു ഓണമായിരുന്നു. വളരെ സന്തോഷപ്പെട്ട ഓണമായിരുന്നു. കുട്ടികളെല്ലാം ഒത്തുചേർന്നിട്ടുണ്ടായി. ജോലി സ്ഥലത്തുള്ള മക്കളെല്ലാം വന്നിട്ടുണ്ടായിന്. സഹോദരനും ഭാര്യ എത്തിയിട്ടുണ്ടായി. അതും ഒരു വലിയ സന്തോഷം. മോളെ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവരെ വിളിച്ചിരുന്നു, അവരും വന്നു. അതുകൊണ്ട് വളരെ വളരെ സന്തോഷമായ ഓണമായിരുന്നു. അടുത്ത കൊല്ലം ഇനി എന്താണെന്നൊന്നും പറയാൻ പറ്റൂല. ഈ വർഷം ശ്രീവത്സത്ത് വത്സം വീട്ടിൽ നിന്നായിരുന്നു ഓണം. ഇപ്രാവശ്യം ചൈതന്യത്തിലാണോ എല്ലാം എൻ്റെ മക്കളുടെ വീട് തന്നെ ഓണം. അതുകൊണ്ട് അപ്പുറവും ഇപ്പുറയിലായിട്ട് എല്ലാവരും ഒത്തുകൂടി ആഘോഷിക്കും. ഒരു വീടില്ല, എല്ലാവരും കൂടി ആഘോഷിച്ചുകൊണ്ട് ഇപ്രാവശ്യം വളരെ സന്തോഷമായ ഓണമായിരുന്നു. എല്ലാവരും കൂടി ഒരു രാത്രി അങ്ങനെ അമ്പലങ്ങളിലെല്ലാം പോയി വൈകുന്നേരം ആകുമ്പോൾ Wish you all a prosperous, happy Onam. നാളിലെ ഓണാഘോഷം രജനിയുടെ വീട്ടിൽ ചൈതന്യയിലാണ് ആഘോഷിച്ചത്. എല്ലാവരും ഉണ്ടായിരുന്നു. മാമനും അമ്മായിയും കൂടെ ദർശനയുടെ വീട്ടുകാരും പിന്നെ ചാല ഫാമിലിയും മൊത്തം എല്ലാവരും ഉണ്ടായിരുന്നു. വളരെ ഗംഭീരമായി ഓണാഘോഷിച്ചു. നല്ല പൂവെല്ലാം ഇട്ടു.
വരുന്ന വഴി പെർളശ്ശേരി അമ്പലം പിന്നെ ഞാനും ഉണ്ടായിരുന്നു ഓണത്തിന്. ഓണം ഗംഭീരമായി. എല്ലാവർക്കും ഓണാശംസകൾ. ഇന്നത്തെ ഓണം നമ്മൾ ചാല വീട്ടിലായിരുന്നു. പിന്നെ എല്ലാവരും നല്ല ഗംഭീരമായി ഓണം ആഘോഷിച്ചു. പിന്നെ എക്സ്ട്രാ ഒരു ഫാമിലിയും കൂടി നമുക്ക് കിട്ടി. എല്ലാവരും കൂടെ ഗംഭീരമായി ഓണ സദ്യ ഉണ്ട്, പിന്നെ ഓണപ്പൂവും ഇട്ട് പിന്നെ എല്ലാവരും നല്ല ഗംഭീരമായി ഓണം ആഘോഷിച്ചു. സദ്യയും പിന്നെ പരിപ്രഥമനും എല്ലാം കൂടി ഗംഭീരമായി നമ്മൾ ആഘോഷിക്കുകയും പിന്നെ ഫോട്ടോസ് എല്ലാം നിറയെ ഫോട്ടോസ് എല്ലാം എടുത്തു ഹാപ്പിയായി ഓണം ആഘോഷിച്ചു. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഗോപാലിച്ച ഫുഡ് എങ്ങനെ? ഇന്നലെ ഉത്രാട ദിനമായിട്ട് എൻ്റെ രണ്ടാമത്തെ മകന്റെ ഭാര്യ വീട്ടിലായിരുന്നു ഇന്നലത്തെ ആഘോഷം. അവളുടെ വല്യമ്മയുടെ വീട്ടിൽ നിന്നായിരുന്നു ചൈതന്യത്തിൽ. എല്ലാം നല്ല ഗംഭീരാണ്. മലബാറുകാരനെ ഓണാന്ന് പക്ഷേ ഇറച്ചിയും മീനൊക്കെ ഉണ്ടായിരുന്നു. ആഘോഷിച്ചു. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. ബൈ പറ. ബൈ. ഓണം കഴിഞ്ഞു 2024.